സോ ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ പ്രാന്താക്കാനും ബോറടിപ്പിക്കാനും ആയിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നേരെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പം നമ്മളുടെ ഗെയിം പ്ലേ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്കൊരു ഗോളുണ്ട്. ഞാൻ ഈ ഗെയിം പ്ലേയിൽ ചിക്കൻ ഡിന്നർ അടിക്കരുത്. ഞാൻ ചിക്കൻ ഡിന്നർ അടിക്കാതെ ഈ ഗെയിം പ്ലേയിൽ ചത്ത നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഈ കളിയിൽ ചിക്കൻ ഡിന്നർ അടിച്ചാൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തിട്ട് പോകും. ഓക്കെ, അങ്ങനെ ഒരു എനിമി കിട്ടുന്നുണ്ട്. അവനെ ഞാൻ നോക്കാക്കിട്ടു കൊന്നു. പക്ഷേ ഈ ഗണ്ണിൽ ഉണ്ടല്ല, പക്ഷെ നല്ല ഗണ്ണ്. പിന്നെ ഒരു കാര്യം എന്തായിരുന്നു, ഇനി ഞാൻ ചിക്കൻ ഡിന്നർ അടിച്ചില്ലെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ചിക്കൻ ഡിന്നർ അടിച്ചാൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അടിച്ചാൽ പിന്നെ തന്നെ പറയാമല്ലോ. പിന്നെ ഇപ്പോൾ തന്നെ എന്തായിരുന്നാലും ഒരു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് പറയൂ. വേറൊന്നും പറയാനില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ വേറുള്ള ഒരു കാരണം കൊണ്ടൊന്നുമല്ല. എനിക്കിവിടെ ഒന്നും ഇംഗ്ലീഷിനെ കിട്ടണില്ല. പിന്നെ ഈ ചില്ല് പൊട്ടിക്കാനും പറ്റണില്ല. പക്ഷെ ഞാൻ ചാടിപ്പേസിന് ആ ചില്ല് പൊട്ടുകയും ചെയ്തു. അതെന്താ എന്ന് എനിക്കറിയാത്ത, ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. പിന്നെ അത് അവിടുന്ന് എനിമിൻ്റെ ഷൂട്ടിംഗ് മാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എനിമീനെ കൊല്ലണം. അപ്പം നടക്കുമെന്നറിയില്ല. അത് എനിമി അടിച്ചിടാൻ നോക്കുന്നുണ്ട്. ഞാൻ സ്കോപ്പ് നോക്കിയിട്ട് അവൻ കൈ വെച്ചിട്ട് അടിച്ചിട്ടു. എനിക്ക് അസിസ്റ്റ് 1 അങ്ങനെ കിട്ടിയത്. അവൻ കൈ വെച്ചിട്ട് ഹെഡ് ഷോട്ട് നോക്കി അടിച്ചിട്ടു. ഞാൻ പിന്നെ കുറേ മറ്റേ പെട്രോൾ ക്യാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, അത് ഞാൻ അങ്ങനെ പറയും. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടോ? നിങ്ങൾ ആരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയൊന്ന് കണ്ടായിരുന്നു. അത് കണ്ടവർക്ക് അറിയിക്കും അതെങ്ങനെയായിരിക്കും, അതൊക്കെ അറിയിക്കും. എന്തായാലും ഒരു എനിമിനെയും കൂടി കിട്ടുമോ എന്നറിയില്ല. ഈ ഗണ്ണിൻ്റെ ഉണ്ടയാണ് ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉണ്ട ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ ഞാൻ സെർച്ച് ചെയ്യാണ്, എന്നിട്ട് ഈ ഗണ്ണിൻ്റെ ഉണ്ട കിട്ടണില്ല. ഞാൻ എന്ത് കാട്ടും? എന്തായിരുന്നാലും എൻ്റെ ടീംമേറ്റ്സിൻ്റെ അടുത്തേക്കോ ഇല്ലെങ്കിൽ വല്ല എനിമീസും വന്നിട്ട് എൻ്റെ കയ്യിലത്തെ ഉണ്ടയും തീരും, ഞാൻ ചാവും. അപ്പം എങ്ങനെ ഇരിക്കും? അതൊരു പ്രശ്നമാവും. അപ്പം എൻ്റെ ടീംമേറ്റിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുക, അതാണ് കുറച്ചും കൂടി നല്ലത്. എന്താ നോക്കായി കിടക്കുകയാണോ? ഞാൻ റിവൈവ് ചെയ്യാൻ പോയതാ. അത് നോക്കായതല്ല എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുകയാണ്. പക്ഷെ കൂർക്കൊന്നും വലിക്കണില്ല. പിന്നെ ഞാൻ ഇപ്പോൾ FPP ചെയ്തിട്ട് ഓടുന്നുണ്ട്. ഇനി ഞാൻ TPP ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഓടുന്നു. എന്നിട്ട് ഞാൻ ഇവനെ നോക്കുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചോടുന്നു. എന്നിട്ട് ഞാൻ അതിനിടെ ആമോ എന്ന് ഇടുന്നു. ഇനി ഇവിടെ വല്ല ആമോ കിട്ടുമോ എന്നറിയില്ല. ചിലപ്പോൾ എൻ്റെ ടീംമേറ്റ്സ് കൊണ്ടുവന്ന് എനിക്ക് ആമോ തരും. തന്നാൽ ആ ടീംമേറ്റ് നല്ലതാണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ടീംമേറ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിനൊന്ന് അവിടെ നിൽക്കാൻ അതൊന്നും അറിയില്ല. ടീംമേറ്റിൻ്റെ അടുത്ത് പോയിട്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് ഇറുണ്ടതി തിക്കുണ്ടതി പിച്ചുണ്ടതി മൈ വണ്ടി അങ്ങനെ പറയാം. എങ്ങനെ ഇരിക്കും? പക്ഷെ ആരും എനിക്ക് കൊണ്ടുതരൂ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ടീംമേറ്റൊക്കെ പൊട്ടന്മാരായിരിക്കും. അവന്മാരെങ്ങടാന്നാവുകയാണ്. പിന്നെ ഈ ഗണ്ണിൻ്റെ ഉണ്ട എവിടെ നിന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ UMP എടുത്തു. അതിന് കുറേ ഉണ്ടൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒരു ഗണ്ണുണ്ട്, പക്ഷെ അതിന് തീരെ ഉണ്ടല്ല. എന്ത് കാട്ടും? എന്തായിരുന്നാലും ഇവിടെ വല്ല വണ്ടിയും കിട്ടിയാൽ അതെടുത്തിട്ട് പോവാ.
അത് പറഞ്ഞപ്പോഴേക്കും അവിടെ ഒരു മോൺസ്റ്റർ ട്രക്കുണ്ട്. അപ്പം അതെടുത്തിട്ട് അവരുടെ അടുത്തേക്ക് വിടാം. എന്നിട്ട് അവരെന്ത് ചെയ്യും എന്നൊക്കെ കയറുമെന്നറിയില്ല. പിന്നെ അവിടെ കിടന്ന് ലാഗടിച്ച ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. അതേ പറ്റുള്ളൂ. അതൊക്കെ അറിയില്ല എന്താ ചെയ്യാന്ന്. എന്തായിരുന്നാലും അവിടെ പോയി നോക്കാം. പല്ലിൽ എന്തോ കുടുങ്ങി കിടക്കുന്നു. അപ്പം എടുക്കാൻ നോക്കിയില്ല, പറ്റിയില്ല. ഈ ബൈക്കിൻ്റെ ഒന്ന് ഇടിച്ചിടാം, എന്നിട്ട് പോവാം. മാപ്പിൽ ലൊക്കേഷൻ ഇടാം. ഇവന്മാരെന്താ സോണിൻ്റെ പുറത്തേക്ക് പോണ്? ഏത് നായാണാവും പുറത്ത് പറഞ്ഞു? ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കില്ല കേട്ടാ. പറയാൻ പറ്റില്ല. ഇല്ല, എന്തായാലും അവന്മാരുടെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവർ കയറുമോ എന്നൊന്നും അറിയില്ല. പോയി നോക്കാം ഗൈസ്. അങ്ങനെ ഞാൻ പോയി നോക്കി. അവനൊന്നും കയറിയില്ല. ഞാൻ കുറേ നേരം നോക്കി. എന്തായാലും ഒരു എനിമിനെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ അങ്ങനെ ചുറ്റിയിട്ട് അവൻ അങ്ങനെ പോയിട്ട് ഒരു ബൂസ്റ്റ് അടിച്ച് അങ്ങോട്ട് കൊല്ലും. അവൻ കറക്റ്റൊക്കെ ചെയ്തിരിക്കുക. എന്തായാലും നമുക്ക് അങ്ങനെ 2 കില്ലായി. എങ്ങനെയുണ്ട്? ഇവിടെ സോണാണ് ഇല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ സോണിൽ നിന്ന് മാറിയിട്ടുണ്ട്. മാറി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വല്ല എനിമീസിനും കിട്ടുമോ അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മാപ്പിലെ എനിമീൻ്റെ ഷൂട്ടിംഗ് മാർക്ക് കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചിലപ്പോൾ എനിമി ഉണ്ടെങ്കിൽ കയറ്റി കൊല്ലും. അതാ എനിമി. ഞാൻ കയറ്റി അവനെ കൊന്നു. അങ്ങനെ 3 കില്ല്. അത് അടുത്ത സ്ഥലത്ത് നിന്ന് അവൻ അടിക്കുന്നു. എൻ്റെ കയ്യിലുള്ള ഈ മെഡിക്കറ്റ് വണ്ടി ഓടിക്കുമ്പോൾ അടിക്കാൻ പറ്റൂല. വണ്ടി നിർത്തന്നെ വേണം. അങ്ങനെ അവനും ഞാൻ ടയർ കയറ്റി അങ്ങോട്ട് അരച്ച് കൊന്നുണ്ട്. ഇനി അവിടെ പോയിട്ട് നിർത്തിയിട്ട് ഇതാക്കാം. പിന്നെ മോൺസ്റ്റർ ട്രക്കിൻ്റെ പവർ കണ്ടോ? ഇത് മോൺസ്റ്റർ ട്രക്ക് എന്ന് പറയുന്ന പവർ ഉണ്ട്. സസ്പെൻഷനൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ല ഇങ്ങനെ പൊന്തിട്ടൊക്കെ. എന്തായിരുന്നാലും ഞാൻ അവിടെ ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കാണില്ല അവന് അത്രയൊന്നും. അവൻ പുറത്തേക്ക് ഇറങ്ങിയ എന്നടിക്കാം. അവന് അധികം ഒന്നും കിട്ടണില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് അവൻ്റെ അങ്ങോട്ട് വണ്ടി എടുത്ത് പോവാം. ഇവിടെ ഒന്നും കാണാൻ അതാ അവൻ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ പോയിരുന്നു, അതുകൊണ്ട് കിട്ടണില്ല. എന്തായിരുന്നാലും വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എത്തണതിൻ്റെ മുമ്പ് ചാവോ എന്നൊന്നും എനിക്കറിയില്ല. അതാണ് ഒരു പ്രശ്നം. അറിയില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ആ എനിമി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ഇറങ്ങാതെ വണ്ടി ഓടിച്ച് കൊല്ലാൻ നോക്കാം അല്ലേ. അവിടെ നിന്ന് കാണുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടാവില്ല. അത് അവിടെ എവിടെയോ ആയിട്ട് എനിമി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ബാക്ക് എടുത്ത് പോയി. എന്നിട്ട് അങ്ങനെ പോയിട്ട് കൊല്ലാം. അങ്ങനെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് കൊല്ലാം. അത് എനിമി പറയും. അവനടിച്ചിട്ടു. എന്നിട്ട് ഞാൻ അങ്ങനെ പോയി. അവിടെ ഒരു എനിമിയും കൂടി ഉണ്ട്. അതുകൊണ്ട് നേരെ ബാക്ക് എടുത്തു. മോൺസ്റ്റർ ട്രക്ക് ആയതുകൊണ്ട് ഇതൊക്കെ സിമ്പിളായി കയറുന്നുണ്ട്. ഈ മലയൊക്കെ സിമ്പിളായി കയറുന്നുണ്ട്. ഈ എനിമിനെ നോക്കുമ്പോൾ ആ എനിമി അവിടെ ഇല്ല. എങ്ങനെ ഇരിക്കുന്നു? ഈ 2 വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവോ എന്നൊന്ന് നോക്കാം. ചിലപ്പോൾ ഉണ്ടാവൂലേ. എവിടെയെങ്കിലും അങ്ങനെ പായിനങ്ങോട്ട് ഓടിയിട്ടുണ്ടാവും. അവിടെയും ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ, അവിടെയും ഇല്ല. എന്തായിരുന്നാലും ആ കാറിൻ്റെ മുകളിൽ കൂടെ ഒന്നും കയറ്റാൻ പറ്റില്ല. ഇനി എന്തായിരുന്നാലും ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാം. ഏത് എനിമീനും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് സോണൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം അങ്ങനെ സേഫ് സോണിലോട്ട് പോയി കയറാം. ആ ഫ്ലെയർ ഗണ്ണിൻ്റെ ഇതുള്ള ഭാഗത്തേക്ക് പോവാം. ഞാൻ ഒരു വെടി ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വീഡിയോയിൽ വരും തോന്നുന്നില്ല. ആ വീഡിയോയിൽ ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായിരുന്നാലും അവിടേക്ക് പോവാ. വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, നേരെ പോയിട്ട് അവനെ കയറ്റിക്കൊല്ലാം. അതേ നടക്കുള്ളൂ.
നോക്കിയാൽ പണി കിട്ടും. വേണ്ടല്ലേ. അപ്പോൾ പോയി നോക്കാം അല്ലേ? പോയി നോക്കണം. പോയി നോക്കാം. കുറച്ചൊന്നും അങ്ങോട്ട് പോവാം. കിട്ടുമോന്നറിയില്ല. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇല്ലേ? എവിടെ പോയിരുന്നാലും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. എൻ്റെ ടീംമേറ്റ്സ് എല്ലാവരും ചത്തു. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയാൻ പറ്റും. സിനിമയുള്ളതുകൊണ്ട് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.